ഇപ്പൊ പെൺകുട്ടികളെല്ലാം നേരെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരം സബ് കളക്ടറുടെ പുറകെ. ഗോപൻസ്വാമി വിവാദമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ അവർ ഇടപെട്ടിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരം സബ് കളക്ടറായിട്ടുള്ള ആ ഒരു സാറിന്റെ പുറകെയാണ് ഇപ്പോഴുള്ള ഗേൾസ് മൊത്തം. ഈ സാർ സിംഗിൾ ആണോ, ഈ സാറിന്റെ നമ്പർ കിട്ടുമോ, ഈ സാറിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കിട്ടുമോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കമന്റ് എടുത്ത ചേച്ചിമാരും പിള്ളേരും ഒക്കെ ഒന്ന് അറിഞ്ഞു വെച്ചു, നമ്മൾ ഒരാളെ ഒരുപാട് ശല്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ വീട്ടിലേക്ക് കത്തുകൾ അയക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് പറയുക, ഫ്ലവേഴ്സുകൾ അയക്കുക, അല്ലെങ്കിൽ അവരുടെ വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ നമ്മളിങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുക, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ ഒരു സംഭവം പണിഷബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് പണിഷബിൾ ആണ്. പക്ഷേ സ്റ്റോക്കിങ്ങിന്റെ അണ്ടറിൽ വരുന്നത് ഗേൾസിനാണ് അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഓപ്ഷനുള്ളത്. പക്ഷേങ്കിൽ ഒരാളെ ഒരുപാട് ശല്യം ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ജെൻഡർ ഒന്നും നോക്കാതെ അവർക്ക് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ BNS സെക്ഷൻ 78 പ്രകാരം 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം കൂടിയാണിത്. അപ്പോൾ ഇങ്ങനെ കമന്റ് ഇടുന്നവരും ആ സാറിന് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നവർ ഒന്ന് അറിഞ്ഞു വെച്ചു, ചിലപ്പോൾ പണി കിട്ടും. എന്തായാലും കളക്ടർ സാർ ആയതുകൊണ്ട് പരാതിയൊന്നും കൊടുക്കാൻ സാധ്യതയില്ല. എന്തായാലും വെറുതെ ഒന്നും അറിഞ്ഞു വെച്ചു, അറിവ് എപ്പോഴും നല്ലതല്ലേ.